ഹലോ, അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു പ്ലേസ്മെന്റ് ആണ് പാലസ്മെന്റ് ആണ് അറിയില്ല, രണ്ടും പറയുന്നുണ്ട്. അവിടേക്ക് പോവാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ റെഡിയാവാണ്. റെഡിയായി, ബാക്കി അവിടെ എത്തിയിട്ട് കാണാം. അതെ, നമുക്ക് പോകുന്ന വഴിയിലെ വിശേഷങ്ങളൊക്കെ കണ്ട് അങ്ങനെ പോവാം. ഞാൻ ബാക്കിയും കൂടെ റെഡി ആവട്ടെ. ഞാൻ ആക്ച്വലി പകുതി റെഡി ആയിട്ടാണ് കേട്ടോ ഇൻട്രോ എടുത്തിട്ടുള്ളത്. പകുതി റെഡിയാവുമെന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ മേക്കപ്പ് ഭയങ്കര ഓവർ പുട്ടിയൊന്നും അടിക്കുന്ന ആളല്ല. സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ഇടുന്ന, എന്താ മോയ്സ്ചറൈസർ, സൺസ്ക്രീന് അങ്ങനെയൊക്കെ ഉള്ളൂ. ഫൗണ്ടേഷൻ ഞാൻ ഇപ്പോൾ തീരെ യൂസ് ചെയ്യാറില്ല. അതിന് പകരം ഞാനിതാ ഈ ഒരു ടിൻറ്റഡ് മോയ്സ്ചറൈസറാണ് കേട്ടോ യൂസ് ചെയ്യാറ്. അപ്പോൾ അതും ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കും. പിന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ സാധാരണ കണ്ണെഴുതുക, ലിപ്സ്റ്റിക്ക് ഇടുക. ലിപ്സ്റ്റിക്ക് മെയിനാണ് കേട്ടോ, ലിപ്സ്റ്റിക്ക് വിട്ടൊരു കളിയില്ല. പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ടാൽ തന്നെ നമ്മൾ പകുതി ഒരു മേക്കപ്പ് ഇട്ട പോലത്തെ ഒരു ഫീലാണ് വരിക അല്ലേ. ഇപ്പം നിങ്ങൾ വിചാരിക്കും, പകുതി റെഡി ആയിട്ടാണ് ഇൻട്രോ എടുത്തതെന്ന് പറഞ്ഞിട്ട് വീണ്ടും അതുതന്നെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതൊക്കെ ഇട്ടതിന് ശേഷമാണ് ആ ഒരു ഇൻട്രോ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി എൻ്റെ മുടിയും കൂടെ ഒന്ന് കെട്ടിയാൽ മതി. മുടി ഞാൻ ഇങ്ങനെ കെട്ടി വെച്ചതായിരുന്നു. ഇപ്പം വീട്ടിലിരിക്കുമ്പോൾ എപ്പോഴും മുടി കെട്ടി വെക്കാറാണല്ലോ പതിവ്. ഇനിയിപ്പോൾ എൻ്റെ കാർക്കൂന്തൽ ഞാൻ എങ്ങനെ സ്റ്റൈൽ ചെയ്യും, എങ്ങനെ കെട്ടും എന്നൊന്നും ആലോചിച്ച് സമയം പോക്കുന്നില്ല. കാരണം നമ്മൾ പുതിയ ഹെയർ കട്ടൊക്കെ ചെയ്തതാണല്ലോ. അപ്പോൾ കുറച്ച് ഷോക്ക് ഇട്ട് മുടി ഫ്രീ ആയിട്ട് അങ്ങോട്ട് വിട്ടേക്കാം. മുടിക്ക് കുറച്ച് ഫ്രീഡം ഒക്കെ വേണമല്ലോ. അതുകൊണ്ട് മുടി ഞാനൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ അഴിച്ചിടുന്നേ ഉള്ളൂ. എനിക്കല്ലെങ്കിലും ഇങ്ങനെ അഴിച്ചിടുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. എനിക്ക് മാത്രമല്ല, അശിക്കും ഞാൻ മുടി അഴിച്ചിടുന്നതാണ് ഇഷ്ടം. പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ ചൂടായതുകൊണ്ട് പുറത്ത് പോകുന്ന സമയത്ത്, അതായത് ഇപ്പം ഞങ്ങൾ ഇൻഡോറിലേക്കാണ് പോകുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. AC ആയിരിക്കുമല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ മുടി അഴിച്ചിട്ടാൽ ഭയങ്കര സീനായിരിക്കും കേട്ടോ, അത്രയും ചൂടാണ്. അപ്പോൾ ഞാനെല്ലാം മുടിയൊക്കെ ഇട്ട് കഴിഞ്ഞ്, മുടിയൊക്കെ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ അശീനെ കൊണ്ട് എൻ്റെ മുടിയൊന്ന് കോമ്പിപ്പിക്കുകയാണ്. ബാക്കിലൊക്കെ ഒന്നുകൂടെ ഒന്ന് ശരിയാക്കാൻ, താഴെ വരെ ഒന്ന് വൃത്തിയാക്കി കോമ്പ് ചെയ്ത് തരാൻ വേണ്ടി പറഞ്ഞപ്പോൾ എന്താണെന്നറിയില്ല, പതിവില്ലാതെ വെട്ടുന്ന ചാടി കയറി ചെയ്ത് തരാമല്ലോ എന്നും പറഞ്ഞ് വന്നു. അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുന്ന ആളാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് റെഡിയായി ഞങ്ങളിതാ ഇറങ്ങി. ഞങ്ങളെല്ലാവരും കൂടിയാണ് കേട്ടോ പോകുന്നത്, ഒരാൾ മാത്രമല്ല. സാധാരണ പോകുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ, ആരെങ്കിലും ഒരാളുണ്ടാവില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പാർക്കിൽ പോയ സമയത്ത് ഇല്ലായിരുന്നു. ഇത്തവണയാണെങ്കിൽ രഞ്ജേട്ടനില്ല. രഞ്ജേട്ടൻ എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ ഹസ്ബൻഡാണ് കേട്ടോ. അപ്പോൾ ഒരാൾ മാത്രമില്ല. അങ്ങനെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. രാത്രി നല്ല പകലാണെങ്കിലും ഇതുവഴി വരാൻ നല്ല രസമാണ്, നല്ല വ്യൂസാണ് കാണാനായിട്ട്. നമ്മൾ കടലിൻ്റെ സൈഡ് കൂടിയാണ് പോവുക. പിന്നെ ആ ലൈറ്റിങ്സും എല്ലാം കൂടെ സെറ്റ് സ്ഥലമാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ സ്ഥലം എത്തിയിട്ടുണ്ട്. എനിക്ക് കണ്ടപ്പോൾ തന്നെ ഒരു പാലസ് പോലെയൊക്കെയാണ് കേട്ടോ തോന്നുന്നത്. എന്താ ലുക്ക്, എൻ്റെ പൊന്നോ, നല്ല രസമുണ്ട്. അതിൻ്റെ മുന്നിലൊക്കെ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കണം. അങ്ങനെ ഇതാ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഉള്ളിലോട്ട് കയറാൻ പോവാണ്. സംഭവം ഒരു മാളാണ്. പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ ഇന്ന് വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ട് കേട്ടോ. ഇന്നെന്നല്ല, എല്ലാ ദിവസവും ഉണ്ടാവും തോന്നുന്നു. അപ്പോൾ അതൊക്കെ കാണാമല്ലോ, പിന്നെ നമുക്കിങ്ങനെ ചുറ്റി അടിച്ച് നടക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ ഇവിടെ ആവുമ്പോൾ നമുക്ക് ചൂടിൻ്റെ പ്രശ്നവും വരില്ലല്ലോ. അങ്ങനെ നമ്മൾ വാട്ടർ ഫൗണ്ടെയിൻ നോക്കി പോവുകയാണ്. പിന്നെ അശ്വിൻ്റെ വക വേറൊരു ഓഫറും കൂടെ ഉണ്ടായിരുന്നു, പിസ്സ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ ഈ പിസ്സ. അപ്പോൾ ഇവിടുന്ന് ഞാനിതുവരെ കഴിച്ചിട്ടില്ല, നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ ഞങ്ങളിതാ വാട്ടർ ഫൗണ്ടെയിൻ താഴെയാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകണം. ഇത് എത്രയോ ഫ്ലോർ ഉണ്ട്, എത്രയെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഏതൊരു ഫ്ലോറിലാണ് വാട്ടർ ഫൗണ്ടെയിൻ ഉള്ളത്. അവർ അശി പോകുന്ന വഴി അങ്ങോട്ട് പോകും തന്നെ, അല്ലാതെ എന്താ. അങ്ങനെ നമ്മളിതാ അതിനടുത്തെത്തിയിട്ടുണ്ട്. വാവ്, എന്താ രസം കാണാൻ. നിങ്ങൾക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഫോണിൽ കാണുന്ന പോലെ ഒന്നല്ല, നേരിട്ട് കാണാമെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക,
നമ്മളെ കാര്യം എനിക്കറിയില്ല. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഫോട്ടോസും വീഡിയോസും എടുത്ത് ഫോൺ അങ്ങോട്ട് നിറയ്ക്കും. അത് തന്നെയാണ് ഇത് അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് എൻ്റെ ഫോട്ടോസ് എടുത്ത് തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അശ്വിൻ്റെ ഫോട്ടോസ് എടുത്ത് കൊടുക്കുകയാണ്. അശ്വിക്ക് ഫോട്ടോസ് എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു ടാസ്ക്കാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ 100 കുറ്റങ്ങളായിരിക്കും. ഇങ്ങനെയല്ല, അങ്ങനെ പിടിക്കും, ഇങ്ങനെ പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാലും അവിടെ ഇവിടെ ആയിട്ടൊക്കെ കുറച്ചൊക്കെ നല്ലത് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഇതാ നമ്മുടെ വാട്ടർ ഫൗണ്ടൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. Baby, you're shining spark, you are. Baby, you're the queen of my heart. Baby, what are you made of, my girl, my girl. നല്ല കളർഫുൾ ആയിട്ടുള്ള വാട്ടർ ഫൗണ്ടൈൻ ഒക്കെ കണ്ടല്ലോ. ഇനി നമുക്ക് ബാക്കി കാണാം. ഞങ്ങൾ അവിടെ ഒരു 7:30 ആയപ്പോഴാണ് കേട്ടോ എത്തിയത്. അവിടെ എന്ന് പറഞ്ഞാൽ ആ വാട്ടർ ഫൗണ്ടൈൻ നടക്കുന്ന സ്ഥലത്ത് 8 മണിക്കായിരുന്നു. അതുവരെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനുള്ളത് കൊണ്ട് കുഴപ്പമില്ല. അത് കഴിഞ്ഞ് നമ്മളിനി ഫുഡ് അടിക്കാൻ പോവുകയാണ്. അശ്വി പിസ്സ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് അമ്മയാണ് കേട്ടോ. അമ്മേനെ അറിയാത്തവർ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. അമ്മേനെ കാണുന്നില്ല, അച്ഛനെ കാണുന്നില്ല എന്നൊക്കെ പറയുന്ന ടീമുണ്ട്. പിന്നെ ചേച്ചീനെ ചോദിക്കുന്ന കുറേ പേരുണ്ട്. ഞാനിവിടുന്ന് ചേച്ചി എന്ന് പറയുമ്പോൾ പലർക്കും ഉള്ള ഡൗട്ടാണ്, എൻ്റെ സ്വന്തം ചേച്ചിയാണോ അശ്വിൻ്റെ ചേച്ചിയാണോ എന്നൊക്കെ. അശ്വിൻ്റെ ചേച്ചിയാണ്, എൻ്റെ ചേച്ചിയാണ്. അപ്പോൾ പിന്നെ കാണുന്നില്ല, വീഡിയോസിൽ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. കുറച്ച് മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ആരെയും നിർബന്ധിച്ച് കൊണ്ടുവരാറൊന്നുമില്ല. ചേച്ചിക്ക് എന്ന് പറഞ്ഞാൽ ക്യാമറയുടെ മുന്നിൽ വരാൻ കുറച്ച് താല്പര്യക്കുറവൊക്കെ ഉണ്ട്. എന്നെപ്പോലെ അത്രയ്ക്ക് അങ്ങോട്ട് അങ്ങനെ പ്രാന്തൊന്നുള്ള ആളൊന്നുമല്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ ചെയ്യാത്തത്. എന്നാലും ഓരോ മൂഡിനനുസരിച്ച് ചിലപ്പോൾ എൻ്റെ കൂടെ കൂടുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പിന്നെ എനിക്ക് വീഡിയോസ് എടുത്ത് തരാനൊക്കെ ഭയങ്കര ഉഷാറാണ് കേട്ടോ. ഞാൻ എടുക്കുന്നില്ലെങ്കിൽ എന്നെക്കൊണ്ട് പറഞ്ഞെടുപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ മൂപ്പത്തേക്ക് കുറച്ച് താല്പര്യക്കുറവുണ്ട്. എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ പിസ്സ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. സംഭവം ഓർഡർ ചെയ്തു. 2 എണ്ണമാണ് കേട്ടോ ഓർഡർ ചെയ്തത്. പിന്നെ അതിൻ്റെ കൂടെ വേറെ എന്തൊക്കെയോ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫൈനലി അവിടെ നിന്ന് പെട്ടെന്ന് കിട്ടി കേട്ടോ. സാധാരണ നമ്മൾ ഇങ്ങനെ കുറേ സമയം വെയിറ്റ് ചെയ്യുന്ന പോലെയൊന്നുമല്ല, പെട്ടെന്ന് തന്നെ സംഭവം റെഡിയായി. അങ്ങനെ ഇതാ നമ്മുടെ പിസ്സ വന്നിട്ടുണ്ട്. വാവ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ പിസ്സ കഴിക്കാനായിട്ട്. 1 മിക്സ്ഡും 1 ബാർബിക്യൂ ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുടിക്കാനായിട്ട് പെപ്സിയും മൗണ്ടൻ ഡ്യൂവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മളിതാ സ്റ്റാർട്ടാക്കാൻ പോവുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസും പിന്നെ ചിക്കനൊക്കെ ഉണ്ടായിരുന്നു സ്റ്റാർട്ടറായിട്ട്. അങ്ങനെ അതൊക്കെ കഴിച്ച് കൊള്ളാം, നൈസ്. ഇനി പിസ്സ കഴിക്കാൻ പോവുകയാണ്. അടിപൊളി ടേസ്റ്റി പിസ്സയൊക്കെ കഴിച്ചു. എനിക്കിഷ്ടമായിട്ടോ, നല്ല രസമുണ്ടായിരുന്നു. വയറൊക്കെ ഫുള്ളാക്കി നമ്മളിതാ തിരിച്ച് പോവുകയാണ്. തിരിച്ച് പോകുമ്പോൾ നമുക്ക് ചെറിയൊരു പണി കിട്ടി വെച്ചാൽ ഇവിടെ വലിയ ഒരു ഏരിയ തന്നെയാണ് ഈ പാർക്കിങ്ങിനാണെങ്കിലും ഒക്കെ. അപ്പോൾ ഞങ്ങളുടെ വണ്ടി എവിടെയാണ് വെച്ചതെന്ന് ഒരു ഐഡിയ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും കുറച്ച് ചുറ്റിപ്പോയി. അപ്പോൾ ഫൈനലി ഞങ്ങൾ എന്തായാലും വണ്ടിയിലെത്തി. അങ്ങനെ ഇതാ തിരിച്ച് പോവുകയാണ്. തിരിച്ച് പോകുന്ന വഴി MRIൻ്റെ മുന്നിലെത്തിയപ്പോൾ ചെറിയൊരു കൊതി, ചായ കുടിച്ചാലോ എന്ന്. അപ്പം ഞാനൊരു കോഫിയും പറഞ്ഞു. പിന്നെ അച്ഛൻ ചായ കുടിച്ചു. പിന്നെ ബാക്കി ലൈമൊക്കെ വാങ്ങിച്ച് കുടിച്ചു. അങ്ങനെ ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഔട്ടിംഗ് വ്ളോഗ്. അപ്പോൾ ഇതെന്താ കോഴിവാല് പോലെ കിടക്കുന്നത്. മുടി വെട്ടിയിട്ട് കുറച്ച് പേരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു, കുറച്ച് പേര് വേണ്ടായിരുന്നു എന്നും പറഞ്ഞു. സാരമില്ല, മുടിയല്ലേ, പെട്ടെന്ന് വളർന്നോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഞങ്ങൾ നേരെ കിടന്നുറങ്ങാൻ പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ഗുഡ് നൈറ്റ്.